അവിടെ ഇവരുടെയൊക്കെ മുഖത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൂം അവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഗ്ലാസ് പൊട്ടിച്ച് നമ്മുടെ ഡോക്ടർ ഡൂം വന്ന് ഇവിടെ സൂപ്പർ ഹീറോ ലാൻഡിങ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ ഇരിക്കുന്നത്. കാരണം നിങ്ങൾ ആ ഒരു സീൻ നല്ലോണം സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡൂമിൻ്റെതായിട്ടുള്ള ഒരു വ്യൂവിലൂടെ ആ ഗ്ലാസ് പൊട്ടിച്ച് വരുന്നതായിട്ടല്ല, ആരോ ഡൂമിനെ ഇടിച്ച് തെറിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് എനിക്ക് പേഴ്സണലി ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സീൻ തോന്നിയെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കണം. പക്ഷേ ആരോ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഡൂം തെറിച്ച് വരുന്ന പകുതിക്ക് വെച്ചിട്ട് വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു മാജിക്കൽ സംഭവങ്ങൾ ഡൂം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ബ്ലാക്ക് രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ബ്ലാക്ക് മാജിക് പോലത്തുള്ള ഒരു സംഭവം. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെ വന്നതിന് ശേഷം പിന്നീട് ഡൂം ഡയറക്റ്റ് എനിക്കൊന്നും പറ്റിട്ടില്ല എന്നുള്ള രീതിയിൽ വന്ന് ഒരു സൂപ്പർ ഹീറോ ലാൻഡിങ് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ആ ഒരു സമയത്ത്, അതായത് ആ ഒരു ബ്ലാക്ക് മാജിക് അവിടെ അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഡൂമിന്റെ സൈഡിൽ നിന്ന് എന്തോ തെറിച്ച് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡൂമിനെ ആരോ ഇടിച്ച് തെറിപ്പിക്കുന്ന ഒന്നി നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് അല്ലെങ്കിൽ തോർ മിയോണിയർ യൂസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനിന് ശേഷമാണ് ആ ഒരു മാജിക് യൂസ് ചെയ്തിട്ട് താഴെ ഡിഫെൻഡ് ചെയ്ത് താഴെ വന്ന് ഇറങ്ങുന്നതായിട്ട് തോന്നുന്നത്.